നമസ്കാരം കൂട്ടുകാരെ, മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കസ്റ്റം ലിസ്റ്റുകൾ എങ്ങനെയാണ് എക്സലിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതെന്നും എന്താണ് അതിൻ്റെ ഉപയോഗമെന്നുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, ഒരു സെല്ലിൽ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ആ സെല്ലിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം നമ്പർ തന്നെ താഴോട്ട്, അല്ലെങ്കിൽ നമ്മൾ വശങ്ങളിലേക്കാണ് ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ വശങ്ങളിലേക്കോ കോപ്പി ചെയ്യപ്പെടും. അതേസമയം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അവസരത്തിൽ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടാണ് ഇത് ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ അത് ഗ്രാജുവലി നമുക്കൊരു സീരീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഓപ്ഷൻ ബട്ടൺ എന്ന് പറയുമ്പോൾ അത് മാക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ ആൾട്ട് ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. ഓൾട്ടും മൗസൂടെ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസ് ഡ്രാഗ് ചെയ്യുക. മൗസ് റിലീസ് ചെയ്തതിന് ശേഷം ഓൾട്ട് കീ റിലീസ് ചെയ്യുക. അതേസമയം ഒരു വേർഡാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു കോളം 1 എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കോളം എന്ന് മാത്രമാണെന്ന് വെച്ചു. അപ്പോൾ കോളം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാനിത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സെയിം വേർഡ് തന്നെ എനിക്ക് കോപ്പി ചെയ്യപ്പെടും. എന്നാൽ ഞാനിവിടെ ടൈപ്പ് ചെയ്തിരുന്നത് കോളം 1 എന്നായിരുന്നുണ്ടെങ്കിൽ ഞാനിത് ഈ ബോട്ടം റൈറ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ നമ്പർ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ആകുന്നത് കാണാം. ഇതേപോലെ ആൽഫബറ്റ്സിൻ്റെയും നമ്പറിൻ്റെയും കോമ്പിനേഷനായിട്ടുള്ള വേർഡുകളെ നമ്മൾ ആൽഫ ന്യൂമറിക്കൽ ടേംസ് എന്ന് വിളിക്കാം. ഓക്കെ, ആൽഫ ന്യൂമറിക്കൽ വേർഡ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെ ആൽഫ ന്യൂമറിക്കലായിട്ടുള്ള വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ഡ്രാഗ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എൻഡിലുള്ള നമ്പർ എന്ത് ചെയ്യും? ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എൻഡിലാണ് നമ്പറെങ്കിൽ മാത്രമാണ് ഇൻക്രീസ് ആകുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ 1A എന്ന് എഴുതിയിട്ട് ഇത് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ 1A എന്ന് തന്നെ വരുള്ളൂ. അതേസമയം A1 എന്ന് എഴുതിയിട്ട് ആണ് നിങ്ങൾ ഡ്രാഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഇൻക്രീസ് ചെയ്യും. ഉണ്ടല്ലോ, എൻഡിൽ വരണം നമ്പർ, റൈറ്റ് എൻഡിൽ വരണം നമ്പർ. അപ്പം ഇതേപോലെ തന്നെ ഈ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവുന്നത് ഇതുപോലെ നമ്പറുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൽഫ ന്യൂമറിക്കലായിട്ടുള്ള ടേംസ് മാത്രമല്ല, മറ്റ് എന്തൊക്കെയാണ് ആൽഫ ന്യൂമറിക്കൽ അല്ലാതെ അല്ലെങ്കിൽ നമ്പർ അല്ലാതെ ഇതേപോലെ സീരീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ സൺഡേ എന്ന് എഴുതിയെന്ന് വെച്ചോ. സൺഡേ എന്ന് എഴുതിയിട്ട് ഞാനിത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസങ്ങളുടെ പേരുകൾ ഓട്ടോമാറ്റിക്കലി കിട്ടി. ഉണ്ടല്ലേ, സൺഡേ എന്ന് തന്നെ എഴുതണമെന്നുമില്ല. ഈവൻ ഞാൻ സൺ എന്ന് എഴുതിയിട്ട് ഡ്രാഗ് ചെയ്താൽ തന്നെ എനിക്ക് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റ് ദിവസങ്ങളുടെ പേരുകളും കിട്ടും. കണ്ടല്ലേ. അതേപോലെ തന്നെ മാസങ്ങളുടെ പേരുകൾ നിങ്ങൾ എഴുതിയിട്ട് മാസങ്ങളുടെ പേരുകൾ എഴുതി ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ കണ്ടല്ലേ ഓട്ടോമാറ്റിക്കലി അത് ഫില്ലായി കിട്ടുന്നുണ്ട്. ആണല്ലേ. ഇപ്പോൾ തുടക്കത്തിലുള്ള മാസം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇനിയും കരുതരുത്. ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ പേര് എഴുതി ട്രാക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് കസ്റ്റം ലിസ്റ്റുകളുടെ ഉപയോഗം. അതായത് ഇതിൽ ഓരോ വേർഡുകളും എക്സലിനെ നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അതെല്ലാം ഈ ഓരോ വേർഡ് ഇതൊരു പർട്ടിക്കുലർ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്നതാണ്. എക്സലെ നീ ഇതിൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ലിസ്റ്റിലുള്ള ബാക്കി ആളുകളെ വേണം എനിക്ക് റിസൾട്ടായിട്ട് തരുവാൻ എന്ന് നമ്മൾ എക്സലിനെ പറഞ്ഞ് പഠിപ്പിച്ച് വച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എക്സലിന് അത് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടേതായ ഒരു കസ്റ്റം ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ എന്തിനാണിത് കസ്റ്റം ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ നിങ്ങളൊരു വീക്കിലി അല്ലെങ്കിൽ ഡെയിലി ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരേ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെന്ന് വെച്ചു. ആ റിപ്പോർട്ടിൽ വരുന്ന കോളം നെയിംസ് അല്ലെങ്കിൽ റോ നെയിംസ് എല്ലായ്പ്പോഴും ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും
ഈ കോളം നെയിംസോ ഈ റോ നെയിംസോ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നില്ല. നിങ്ങളതിൻ്റെ ആദ്യത്തെ കോളം അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ കോളം നെയിം അല്ലെങ്കിൽ റോ നെയിം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള കോളം നെയിംസ് അല്ലെങ്കിൽ റോ നെയിം കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു സൗകര്യമായിരിക്കും അല്ലേ. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഇതേപോലുള്ള ലിസ്റ്റുകൾ, കസ്റ്റം ലിസ്റ്റുകൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഇവിടെ എക്സൽ മെനുവിൽ പോയിട്ട് പ്രിഫറൻസസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. പ്രിഫറൻസസ് ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാം അതിൽ കസ്റ്റം ലിസ്റ്റുകൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട് അല്ലേ, ഫോർമുലാസ് ആൻഡ് ലിസ്റ്റിനകത്ത്. അപ്പോൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. കസ്റ്റം ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കാണാം വലത് സൈഡിലായിട്ട് കസ്റ്റം ലിസ്റ്റ് എന്നുള്ള ആ ഒരു പാർട്ടിൽ കുറേയേറെ ലിസ്റ്റുകൾ അവിടെ കാണാം അല്ലേ. ഇതെല്ലാം ഫോൾഡായിട്ട് അതിൽ ഡിഫൈൻ ചെയ്തിട്ടിരിക്കുന്ന ലിസ്റ്റുകളാണ്. ഈ ലിസ്റ്റുകൾ കാരണമാണ് നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ വാല്യൂസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പുതിയതായിട്ടൊരു ലിസ്റ്റ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ലിസ്റ്റ് ഓരോ വേർഡ് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് സബ്ജക്റ്റുകളുടെ പേരാണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചോ. മലയാളത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, ഓക്കെ, സയൻസ്, SS. ഓക്കെ, നിർത്തിയിട്ട് ഞാനിത് ആഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്തായി, അത് ഇപ്പുറത്തായിട്ട് ആഡായിട്ടുണ്ട് അല്ലേ. എവിടെ ആഡായത്? ഇവിടെ ലാസ്റ്റ് കിടക്കുന്നു, മലയാളം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതോടുകൂടി അവിടുത്തെ നമ്മളുടെ പണി കഴിഞ്ഞു. നമ്മളിത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് തിരിച്ചിവിടെ വന്നിട്ട് ഞാൻ ആ ലിസ്റ്റിൽ, ഞാനിപ്പോൾ ആഡ് ചെയ്ത ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ടേം, ഞാനിപ്പോൾ ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാനത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റി, ആ ലിസ്റ്റിലുള്ള ബാക്കി ആളുകളെല്ലാം 1 by 1 ആയിട്ട് ഇവിടെ നമ്മൾ ആ ലിസ്റ്റിൽ കൊടുത്തിരുന്ന ഒരു ഓർഡറിൽ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടും. ഏറ്റവും അവസാനത്തെ ടേം കഴിയുമ്പോൾ പിന്നെ ഏറ്റവും ആദ്യം കൊടുത്തിരുന്ന ടേം എന്താണോ അത് വരും. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പോകും. ഇത് നമുക്ക് എത്ര ലെങ്തിൽ നമ്മൾ ഡ്രാഗ് ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും. അത് നമ്മൾ താഴോട്ട് കണ്ടില്ലേ, എന്നാൽ റിപ്പീറ്റ് ചെയ്ത് വന്നോളും. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കസ്റ്റം ലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത തവണ കാണും വരേക്കും എല്ലാവർക്കും നമസ്കാരം. സ്റ്റേ സേഫ്. താങ്ക് യു.